നവംബർ മാസം 27-ാം തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നന്ദിയും കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകൻ ആകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുവനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആരോപണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന് വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗ്ഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. അതിന് 36-ാം വാക്യം ശ്രദ്ധിച്ചാലും, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ച് എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ്, ഞങ്ങളുടെ പരിപാലകനാണ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. പുത്രനെ അയച്ച് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹപിതാവാണ്. തൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്ന് ഞങ്ങൾ വായിച്ച പ്രകാരം അവൻ ക്രൂശിക്കപ്പെട്ടു, അവനെ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി അവനെ പുനരുദ്ധാനം ചെയ്തിരിക്കുകയാണ്. ഈ കർത്താവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവെ, അവിടുത്തെ വചനത്തിൽ നിന്ന് ഈ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം അത്ഭുതങ്ങളും അടയാളങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ചില വേദഭാഗങ്ങളിൽ നമുക്ക് ആരംഭിക്കാം ഞാൻ കരുതുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള ഏക ബലി അർപ്പിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതരം ആവശ്യമായിരുന്നു. ഏക ബലി, അത് ദൈവത്തിന് പ്രസാദമുള്ള ഏകബലി ആയിരിക്കണം. അതുകൊണ്ട് ആണ് തിരുവചനപ്രകാരം യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. ഇവൻ മനുഷ്യപുത്രനാണ് എന്നും ഇവൻ അതിന് യോഗ്യനാണെന്നും ദൈവം അവനെക്കുറിച്ച് പ്രസാദിച്ചു എന്നും
അവൻ്റെ ബലി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ആത്യന്തികമായ തെളിവാണ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതിന് ഈ അപ്പസ്തോലന്മാർ സാക്ഷികളാണ്. എന്നാൽ ഇവൻ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നീ പദവികളുള്ളവനാണ് എന്ന് അറിയാൻ തക്കവണ്ണം അടയാളങ്ങളും അത്ഭുതങ്ങളും ശക്തിയും അവൻ കാണിച്ചു. ഈ അടയാളങ്ങൾ, ഈ അത്ഭുതം, ഈ ശക്തി പ്രകടനം അവൻ്റെ പദവിയെ, അവൻ പാപപരിഹാര ബലിയാകും തക്കവണ്ണം ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗങ്ങൾ ഒന്ന് ഓർത്താൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങൾ എഴുതിയിരിക്കുകയാണ്. അടയാളങ്ങളുടെ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല, അപ്രകാരം എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അവൻ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഈ അടയാളങ്ങൾ എഴുതിയിരിക്കുന്നത്. അടയാളങ്ങളുടെ ഫലമോ? നാം ഇത് വായിച്ച് കേട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കണം എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ നിന്നും അല്ലാതെയും ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അപ്പസ്തോലനായ യോഹന്നാൻ 7 അത്ഭുതങ്ങൾ അടർത്തിയെടുത്ത് ഒരു ഉദ്ദേശത്തോടു കൂടി എഴുതിയിരിക്കുകയാണ്. നമ്മുടെ രക്ഷയ്ക്കായിട്ട് എഴുതപ്പെട്ട സുവിശേഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: അവൻ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നാം വിശ്വസിച്ചിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് തന്നെ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട തന്നെ നമ്മൾ വായിച്ചു 31-ാം അധ്യായത്തിൽ. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഈ 7 അത്ഭുതങ്ങളെക്കുറിച്ചും മറ്റുള്ള എഴുത്തിൻ്റെയും ഉദ്ദേശം എന്താണ് എന്ന് വെച്ചാൽ, ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കാൻ നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇന്ന് നാം പരിഗണിക്കാൻ പോകുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ 22 മുതൽ 36 വാക്യങ്ങളാണ്. അതിൽ പെന്തക്കോസ്ത് നാളിൽ അപ്പസ്തോലനായ പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പരിഗണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ഈ വചനം കേട്ട് കൊൾവിൻ, നിങ്ങൾ തന്നെ അറിയും പോലെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് അഭിഷേകം നിറഞ്ഞവനായി, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റെന്ന് പറയും, നിങ്ങൾ അറിയും പോലെ എന്നാൽ അവരെ കേൾവിക്കാരായ യഹൂദന്മാർക്ക് ഇത് എല്ലാം അറിയുന്ന അവരായിരുന്നു. നിങ്ങൾ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ, ഇത് വളരെ ശക്തമായ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദൈവവചനം ആണ്. ഇവിടെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് 3 കാര്യങ്ങളാണ്: ശക്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. കഴിഞ്ഞ ആഴ്ച നാം ചില അത്ഭുതങ്ങളെക്കുറിച്ച് നാം പരിഗണിക്കുകയുണ്ടായി. 7 അത്ഭുതങ്ങൾ ചുമ്മാ വായിച്ചു പോവുകയും ചെയ്ത്, കാരണം നിങ്ങൾ വാസ്തവമായിട്ട് ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവനുള്ളവരായിട്ട് ദൈവവചനപ്രകാരം ജീവിക്കാനാകും. നിങ്ങൾ സ്വന്തമായി വായിച്ച് നിങ്ങൾക്കത് ബോധ്യം വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ 22-ാം ശക്തികളും അത്ഭുതങ്ങളും കൊണ്ട് അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങളുടെ നടുവിൽ, ആരുടെ നടുവിലാണ്? യഹൂദന്മാരുടെ നടുവിൽ. നമുക്കറിയാം, ആദിമ സഭയിലെ അംഗങ്ങൾ മൊത്തത്തിൽ യഹൂദന്മാർ മാത്രമായിരുന്നു. ജാതികൾ പിൽക്കാലങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കൊർന്നേലിയോസിന് ഈ പത്രോസ് തന്നെ സുവിശേഷം അറിയിക്കുകയും അവൻ രക്ഷിക്കപ്പെടുകയും ചെയ്ത് സഭയോട് ചേരുന്നത്. അത്
വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ സിസേറിയയിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ കൊണ്ടും ദൈവം നമ്മുടെ നടുവിൽ എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ നടുവിൽ, യഹൂദ ജനത്തിൻ്റെ നടുവിൽ കാണിച്ച തന്ന നസറായനായ യേശു. ഇത് എത്രയോ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തിരുവചനപ്രകാരമുള്ള ക്രിസ്തുവിനെ നാം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്കാണ് ഇതെല്ലാം അവൻ്റെ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്, ജീവൻ ലഭിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ കിട്ടത്തില്ല. വേറെ ഏത് ക്രിസ്തുവിൽ ഇന്ന് ഓരോ സഭകൾക്കും ഓരോ ക്രിസ്തുക്കളാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ ഉപദേശങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സൈൻ ഓഫ് ദി ക്രോസാണ്. പുസ്തകത്തിൽ എവിടെ ക്രൂസ് കാണുമ്പോൾ അവിടെ അവർ കൊണ്ടു നടക്കുന്ന ഒരു ക്രൂശുണ്ട്, അതിങ്ങനെ കാണിക്കും. അതാണ് അവരുടെ ക്രിസ്തു. റോമൻ കത്തോലിക്കരുടെ ഇടയിൽ ക്രൂശിത രൂപമാണ്. ഇനിയിപ്പോഴും ക്രൂശിക്കപ്പെട്ടവനായിട്ട് ചിത്രീകരിക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തെ മരിച്ചവരുടെ ഇടയിൽ അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ അപമാനകരവും എത്ര ലജ്ജാകരവുമായ സഭകളാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മളെ കാണിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 22-ാം വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയങ്ങളിൽ കിടക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്ത ശക്തിയും അടയാളം കൊണ്ട് ദൈവം നിങ്ങളെ കാണിച്ചു തന്ന എന്ന ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് പോവുകയാണെങ്കിൽ 22-ാം വാക്യത്തിൽ അത് ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഇതിന് എ മാൻ അപ്രൂവ്ഡ് ഓഫ് ഗോഡ്. അപ്പോൾ അപ്രൂവിന് നമ്മൾ ഏത് പരിഭാഷപ്പെടുന്നു? കാണിച്ചു തന്ന എന്നുള്ളൊരു ആശയത്തിൽ കൂടുതലുണ്ട്. ദൈവം അവനെ നമുക്ക് ശരിയായ ജെന്യുവനായിട്ടുള്ള ആളാണെന്ന് കാണിച്ചു തന്നിരിക്കും. ആ ക്രിസ്തുവാണ് നമുക്ക് കൂടി മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ചില ഭാഷകളിൽ അറ്റസ്റ്റഡ്, അപ്രൂവ്ഡ്, അറ്റസ്റ്റഡ്. ഒരു കാര്യം അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ശക്തികളാലും അവനെ ഇപ്രകാരം ഇസ്രായേലിനെ കാണിച്ചു കൊടുത്തു. എന്നാൽ അവരെന്ത് ചെയ്തു? അവനെ അധർമ്മികളുടെ കൊണ്ട് അവന് ക്രൂശിക്കാനുണ്ടായത്. നമുക്കറിയാം റോമ പട്ടാളം വരുന്നത്. എന്നാൽ കർത്താവ് മരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പകരക്കാരനായതുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചില പരിഭാഷകളിൽ അത് എ മാൻ ക്ലിയർലി അറ്റസ്റ്റഡ് എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എ മാൻ അപ്രൂവ്ഡ് ഓഫ് ഗോഡ് എമംഗ് യു ബൈ മൈറ്റി വർക്ക്സ്. ഇങ്ങനെയുള്ള പരിഭാഷകൾ നമുക്ക് 1-2 പരിഭാഷകൾ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ ഈ പരിഭാഷയിൽ നമുക്ക് നിങ്ങളെ കാണിച്ചു തന്ന എന്ന വാക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു എന്നും പരിഭാഷയുണ്ട്. സാക്ഷ്യപ്പെടുത്തി തന്നു. ഒരു ദൃക്സാക്ഷി നമ്മളോടൊരു കാര്യം അത് വ്യക്തമാക്കി തരുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ വാക്ക് അപ്പോഡൈ കെനൂമി എന്ന ഒരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രൊപ്പോസിഷനാണ്. ഡൈക്കനോമി എന്നൊരു വാക്കാണത്. അതിൻ്റെ അർത്ഥമാണ് ഈ ഭാഗത്തെക്കുറിച്ച് ഗ്രീക്ക് ഡിക്ഷണറികളിൽ സാധാരണ ലെക്സിക്കൻ എന്നാണ് പറയുന്നത്. അതിൽ ഒരു അർത്ഥം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വെർബാണ്, ഒരു ക്രിയയാണ്. പാർട്ടിസിപ്പിൾ പെർഫെക്റ്റാണ്. പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് പാസീവാണ്. അപ്പോൾ നമുക്കറിയാം പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ പൂർണ്ണക്രിയ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതുമാത്രം ഇത് അക്യൂസേറ്റീവാണ്, മാസ്കുലിനാണ്, സിംഗിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ യവന ഭാഷയിലെ ക്രിയാപദങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇതിനർത്ഥം the meaning is to cause something to be known as genuine. ഇതെൻ്റെ അഭിപ്രായമല്ല, ലെക്സിക്കോഗ്രാഫേഴ്സിൻ്റെ
ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥമാണ്. വിത്ത് എ പോസിബിൾ ഫോക്കസ് അപ്പോൺ ദി സോഴ്സ് ഓഫ് സച്ച് നോളജ്. അപ്പസ്തോലനായ പത്രോസ് അവിടെ സാക്ഷ്യം പറയുമ്പോൾ, നിങ്ങളെ കാണിച്ചു തന്ന യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, അത് ദൈവമാണ് നിങ്ങളെ കാണിച്ചു തന്നത് എന്ന് പറയുകയാണ്. അതാണ് അതിൻ്റെ സോഴ്സ്. എവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്? അത് ദൈവം ചെയ്ത കാര്യങ്ങളാണ്. തൻ്റെ പുത്രനിൽ, ക്രിസ്തുവിൽ അവൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി ഈ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങൾ ദൈവം സഹായിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ വാക്കിൽ ടു ബി നോൺ ആസ് ജെന്യുവിൻ വിത്ത് പോസിബിൾ ഫോക്കസ് അപ്പോൺ ദി സോഴ്സ് ഓഫ് ദറ്റ് നോളജ്. ഞാനിത് ഇംഗ്ലീഷിൽ വായിക്കാൻ കാരണം നമുക്ക് മലയാള ഡിക്ഷണറി ഉണ്ട്. ഒരു സഹോദരൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കൈവശം ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് സ്വന്തമായിട്ടില്ല. അതിൽ എപ്രകാരമായിരിക്കും ആണിത് പരിഭാഷപ്പെടുത്തിയിട്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വായിച്ച് അതിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീസസ് ഓഫ് നസറത്ത് വാസ് എ മാൻ ഹൂസ് ഡിവൈൻ മിഷൻ വാസ് ക്ലിയർലി ഷോൺ ടു യു ബൈ മിറക്കിൾസ് എന്നാണ് ഇവിടെ ഈ ലെക്സിക്കോഗ്രാഫർ, ഈ ഡിക്ഷണറി ഉണ്ടാക്കിയ ആൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വിശ്വാസയോഗ്യമായ സത്യസന്ധമായ ഒരു പ്രഖ്യാപനവും ഒരു ചൂണ്ടിക്കാണിക്കലുമാണ്. ഇതാണ് ക്രിസ്തു എന്നുള്ളത്. നമുക്ക് മുന്നോട്ട് പോകാം. യേശു ദൈവപുത്രനായ മശിഹ എന്ന് വ്യക്തമാക്കി. ദൈവപുത്രനാണ്, മശിഹ എന്ന് വ്യക്തമാക്കി. വ്യക്തിയാക്കിയതോ ആരാണിത് വ്യക്തിയാക്കിയത്? ദൈവം തന്നെയാണ്. പിതാവായ ദൈവമാണ് ഈ കാര്യങ്ങൾ യഹൂദന് വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ നമുക്കറിയാം, റോമാലേഖനം 11-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അവർക്ക് ഒരു താൽക്കാലികമായ ഒരു ഹൃദയ കഠിനം സംഭവിച്ചിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. കാരണം ജാതികൾ സഭയിലേക്ക് വന്നു, മണവാട്ടി സഭ. എനിവേ, ഇത് വ്യക്തമാക്കാൻ പിതാവായ ദൈവം ഉപയോഗിച്ച മാർഗമാണ് ശക്തിപ്രകടനം. ശക്തിപ്രകടനം കാണിച്ചും അത് അത്ഭുതങ്ങൾ ചെയ്തും ഇവൻ യേശു ക്രിസ്തുവാണ്, ഇവനാണ് നമ്മുടെ രക്ഷകൻ എന്ന് നമ്മളെ കാണിച്ചിരിക്കുകയാണ്. ശക്തി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പരിശോധിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. എന്താണെന്നാണ് ഈ ശക്തി എന്ന് പറയുന്നത്? അതിന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് എടുക്കാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ആഴ്ച യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് അത്ഭുതങ്ങൾ പഠിച്ചത്. ഇവിടെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. കാരണം ലൂക്കോസ് എഴുതിയ 2 പുസ്തകങ്ങളിൽ, ഒന്ന് അപ്പസ്തോല പ്രവർത്തികളാണ്, 2 ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശക്തി എന്നുള്ള വാക്കിനെക്കുറിച്ച് നമുക്ക് കുറച്ച് നല്ല ധാരണകൾ കിട്ടും എന്ന് ഞാൻ കരുതുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ യേശുവിൻ്റെ മുന്നോടി സ്നാപക യോഹന്നാൻ ഏലിയാവിൻ്റെ ശക്തിയോടെ നടക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. സ്നാപക യോഹന്നാനെക്കുറിച്ച് തിരുവചനം വെളിപ്പെടുന്ന അവൻ ഏലിയാവിൻ്റെ ശക്തിയോടെ ആയിരിക്കും അവൻ്റെ ശുശ്രൂഷകൾ. അപ്പോൾ ഏലിയാവ് പഴയ നിയമത്തിൽ നമുക്കറിയാം പ്രവാചകനായിരുന്നു, ശക്തനായ ഒരു പ്രവാചകനായിരുന്നു, അവൻ്റെ ശക്തിയോടെ. അപ്പോൾ ഈ ശക്തിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. അത് രണ്ടാമതായിട്ട് നമുക്കറിയാം മറിയയുടെ ഗർഭധാരണം. ഗബ്രിയേൽ ദൂതൻ വരുന്നു, അവൾ ഭയപ്പെടുന്നു, അവളോട് പറയാണ് നീ ഭയപ്പെടേണ്ട, നിനക്ക് നല്ല വാർത്തയാണ്. അവിടെ പറയുന്നത് അത്യുന്നതിൻ്റെ ശക്തി മറിയയുടെ മേൽ വരുമെന്നാണ്. അപ്പോൾ അവിടെ ഒരു ശക്തി പ്രകടനം നമുക്ക് കാണാനും കഴിയും. ലൂക്കോസ് വിശേഷത്തിൽ 4-ാം വാക്യത്തിൽ പരസ്യ ശുശ്രൂഷയിൽ ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ആദാമിൻ്റെ സന്തതി എന്നുള്ള നിലയിൽ, ദാവീദിൻ്റെ സന്തതി, പാപരഹിതനാണ് എങ്കിൽ കൂടി അവൻ പരിശുദ്ധാത്മാവ ശക്തിയിലാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ യേശു ശക്തിയോടെ അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അപ്പോൾ ശക്തിയുടെ ഗാംഭീര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഭൂതങ്ങൾ നമ്മളെക്കാളൊക്കെ ശക്തന്മാരാണ്.
എന്നാൽ അവർ അശുദ്ധാത്മാക്കളായി തീർന്നതാണ്. സാത്താനെ അനുഗമിക്കുന്ന അവൻ്റെ കൂട്ടരാണ് ഈ അശുദ്ധാത്മാക്കൾ. അത് ഭയങ്കര ശക്തിയുള്ള അതിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമുക്കെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും അവനെ കർത്താവായ യേശു ശക്തിയോടെ അവൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കി എന്ന് ലൂക്കോസിൻ്റെ 4-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ എഴുതിയിരിക്കും. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശിഷ്യന്മാർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെയും സുവിശേഷ വേലയ്ക്ക് ഉപയോഗിച്ചു. കർത്താവിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതുപോലെ 70 പേരെ അയച്ചു സുവിശേഷ വേലയ്ക്കായിട്ട്. ഈ ശുശ്രൂഷകൾക്കായിട്ട് അവരെ കടന്നു പോകുമ്പോൾ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു എന്ന് വേദപുസ്തകം. അതുകൊണ്ടാണ് സുവിശേഷം റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നത് ഈ സുവിശേഷം എന്നുള്ള രക്ഷയ്ക്കായി അത് ഇറ്റ് ഈസ് എ പവർ അണ്ടു ഗോഡ് അണ്ടു സാൽവേഷൻ എഴുതിയിരിക്കുന്നു. പവർ, ശക്തിയാണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സുവിശേഷ വേലയിലും ഇവ ശക്തിയുള്ള ശുശ്രൂഷകളാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ശക്തി എന്ന വാക്ക് കൊടുത്തത് ലൂക്കോസിൻ്റെ 10-ാം അധ്യായത്തിൽ 13-ാം വാക്യം അത് വായിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷമാണ് വായിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. കോരസീനെ ഒരു സ്ഥലത്തിൻ്റെ പേരാണത്. കൊറസിൻ ഇംഗ്ലീഷിൽ. കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം. ബേത്സയിദേ നിനക്ക് അയ്യോ കഷ്ടം. 2 സ്ഥലങ്ങളെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്ത 2 സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആണ് ഈ വാക്ക് ആരംഭിക്കുന്നത്. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ. ആ വീര്യപ്രവൃത്തികളാണ് ഈ ഡൈനാമോസ് എന്ന് പറഞ്ഞ ശക്തിയുടെ ആ വാക്കാണത്. അതുകൊണ്ടാണ് വീര്യപ്രവൃത്തികൾ എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും വേറെ 2 സ്ഥലങ്ങളുടെ പേരാണ്. നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടു തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പോൾ ഈ അത്ഭുതങ്ങളുടെ ഒരു ഉദ്ദേശം നമ്മൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. അവൻ ആരാണെന്ന് മനസ്സിലാക്കി, ദൈവപുത്രനായ ക്രിസ്തു എന്നും അവൻ നമുക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ പുനരുത്ഥാനം ചെയ്യുന്നു, അവനെ കർത്താവും ക്രിസ്തുവുമായിട്ട് അവനെ ആണ് എന്നും ദൈവം നമ്മളോട് പറയുകയാണ്. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇന്ന് പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക്സ് മേഖലകളിൽ നടക്കുന്നത് പോലെ ഈ പറയുന്ന ആളുടെ ശക്തി കാണിക്കാനല്ല അത്ഭുതങ്ങൾ സുവിശേഷത്തിലും ലേഖനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. അത് ഈ ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തുവിൽ ശരിയായിട്ട് കണ്ടെത്തി അവൻ വിശ്വസിക്കാനുമാണ്. ഞാൻ അത്ഭുതം കാണിച്ച് എന്നിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആർക്കാണ് രക്ഷപ്പെടാൻ സാധിക്കുക? എത്രയോ അബദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവർ ശക്തി പ്രകടനമാണ് കാണിക്കുന്നത്. സുവിശേഷമായി കടന്നു ചെന്നപ്പോൾ, ദേവരാജ സമീചരിക്കൽ മാനസാന്തരപ്പെടും എന്നുള്ള ആ സുവിശേഷത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഭൂതങ്ങൾ അവരെ പുറത്ത് പോകാൻ തുടങ്ങി. നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾ കീഴടങ്ങുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരിൽ ഒരു ശക്തി പ്രകടനം കണ്ടു. 12 ശിഷ്യന്മാരിൽ മാത്രമല്ല, കർത്താവ് അയച്ച 70 പേരിലും. തുടർന്ന് നമുക്കറിയാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം, സ്വർഗ്ഗാരോഹണത്തിന് മുമ്പായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കിനി ശക്തി ലഭിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചാൽ നിങ്ങൾ എൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷികളാകും എന്ന് പറഞ്ഞു. 21-ാം വാക്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 21 ഈ ശക്തി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കർത്താവിൻ്റെ 2ാം വരവിന് മുമ്പേ ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള 21-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ 2ാം വരവിനോട് ബന്ധത്തിലുള്ള പല സൂചനകളും അവിടെ എഴുതിയിട്ടുണ്ട്. ദേവാലയം
നശിപ്പിക്കപ്പെടും. AD 70 സംഭവിച്ചു. ഇനി സംഭവിക്കാനുള്ളത് ഇസ്രായേലിൻ്റെ മാനസാന്തരത്തിന് ലോകത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ക്രോധവും അത് ശക്തമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. 7 വർഷത്തെ മഹോപദ്രവകാലം എന്ന് തിരുവചനത്തിൽ പറയുന്നു. ആ സമയത്ത് അതിൻ്റെ അവസാനമായിട്ട് യേശുക്രിസ്തു രണ്ടാമത് വരും. രണ്ടാം വരവ് അത് ശക്തിയോടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ശക്തി എന്നുള്ള പദത്തെക്കുറിച്ച് അല്പം ഒരു സൂചനയും ഒരു അറിവും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിനെ അവസാനിക്കുമ്പോൾ 24-49 വാക്യത്തിൽ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷികളാകാനും ലോകസുവിശേഷീകരണത്തിനും വേണ്ട ശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ അത് ലഭിക്കുന്നത്, ആ വാഗ്ദാനം, എൻ്റെ പിതാവ് അയക്കാൻ പോകുന്ന പരിശുദ്ധാത്മ എന്നിട്ട് നിങ്ങൾക്ക് ശക്തി ലഭിക്കും. സുവിശേഷീകരണത്തിൻ്റെ, ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ, അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. വിൻസെൻ്റ് തോമസിൻ്റെ ശക്തിയല്ല, ഒന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് പുത്രനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അവൻ്റെ കാൽവരിയെ, അവൻ്റെ പുനരുദ്ധാനത്തെ, അവൻ്റെ രണ്ടാം വരവിനെ, അവൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുത്തുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഞങ്ങളത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ദൈവം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തിയും വെളിപ്പെടുത്തിയത്? നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ അത്ഭുതകരമായി ജനിച്ചൊരു വ്യക്തിയാണ്. ഈ സ്നാപക യോഹന്നാനാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ മാനസാന്തര സ്നാനം യഹൂദന്മാരെ കഴിച്ചപ്പോൾ യേശുക്രിസ്തുവും വന്നു. യേശുക്രിസ്തുവിന് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ദൈവപുത്രനാണ്, അവൻ പാപരഹിതനാണ്, ഒന്നിൽ നിന്നും അവന് മാനസാന്തരപ്പെടാൻ. എന്നാലും എല്ലാ നീതി നടക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ് സ്നാപകയോഹന്നാൻ. അവന് ആ സമയത്ത് ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പാട് കണ്ട വ്യക്തിയാണ് അവൻ. ഇത് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ പ്രാവ് പോലെ വന്നതൊക്കെ കണ്ട വ്യക്തിയാണ്. എന്നാൽ ജയിലിലായതിനു ശേഷം, അവൻ തടവിലായതിനു ശേഷം തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. അതാണ് ലൂക്കോസിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 11-22 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് പോയി ചോദിക്കുകയാണ്, നീയാണോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മശീഹ? ഇനി വേറെ ആരെങ്കിലും ഞങ്ങൾ കാത്തിരിക്കണമോ? അപ്പോൾ യേശുക്രിസ്തു ഇവരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവ ആയിരുന്നു. പട്ടണത്തിലൊരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. നയിൻ പട്ടണത്തിൽ ഒരു വിധവയുടെ ഏകപുത്രൻ മരിച്ച അവസ്ഥയാണ്. അവിടെ കർത്താവ് ചെയ്ത ഒരു വലിയൊരു അത്ഭുതമാണ് അവനെ വീണ്ടും ജീവിപ്പിക്കുകയാണ്. അവളെ കണ്ടിട്ട് കർത്താവ്, എൻ്റെ 7-13 വാക്യം, കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ നീ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു സംസാരിപ്പാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് നയൻ പട്ടണത്തിൽ നടന്ന കാര്യമാണ്.
എല്ലാവരും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. മരിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും ജീവൻ കൊടുത്തത് അത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ദൈവപുത്രൻ തന്നെയാണ്, ദൈവമാണ് എന്നുള്ളത്. ദൈവത്തിന് മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ 16-ാം വാക്യത്തിൽ ഏവർക്കും, അതിൻ്റെ 17-ാം വാക്യത്തിൽ അവനെക്കുറിച്ച് ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടങ്ങും പരന്നു. ഇതൊക്കെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. ഈ നടന്ന കാര്യങ്ങൾ, നായിൽ നടന്ന കാര്യങ്ങൾ, മരിച്ച ആ കുഞ്ഞിന് ജീവൻ കൊടുത്ത കാര്യങ്ങൾ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ യോഹന്നാനെ തടവിൽ അറിയിച്ചു. എന്നാൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളത് നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നല്ലൊരു ചോദ്യമാണ്. അതിന് കർത്താവ് പറഞ്ഞ ഉത്തരം വളരെ ശക്തമാണ് നമ്മുടെ ഇന്നത്തെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. അടയാളങ്ങളും അത്ഭുതങ്ങളും ശക്തി എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. അതിന് 21-ാം വാക്യത്തിൽ ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്. ഈ ശിഷ്യന്മാർ കാണുകയും ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷം കർത്താവ് പറയുകയാണ്, അതിൻ്റെ 22-ാം വാക്യങ്ങൾ, നിങ്ങൾ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനാണ്, നിങ്ങളിത് കണ്ടല്ലോ, നിങ്ങളിൽ പോയിട്ട് അവനൊരു റിപ്പോർട്ട് കൊടുക്കുക. ആ റിപ്പോർട്ടാണ് നമ്മൾ 22-ാം വാക്യത്തിൽ വായിക്കുന്നത്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. ഇതാണ് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ശക്തിയുടെയും പ്രാധാന്യം. ഇത് ചെയ്ത് ആരാണ്? തിരുവചനപ്രകാരം അത് മശിഹയാണ്, യഹൂദനായ മശിഹ, ദാവീദിൻ്റെ ജനിച്ചവൻ. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗം. അങ്ങനെ സ്നാപയോഹന്നാനുള്ള അടയാളം അത്ഭുതങ്ങളായിരുന്നു. ഇങ്ങനെ ശക്തിപ്രകടനവും ഭൂതങ്ങളും യേശുവിനെ തിരിച്ചറിയാനും അത്ഭുതങ്ങളും, ഇങ്ങനെ ശക്തിപ്രകടനവും അത്ഭുതങ്ങളും യേശുവിനെ തിരിച്ചറിയാനും വിശ്വസിക്കുവാനും ഉപകരിക്കണം. ഇതാണ് ഇന്നത്തെ നിങ്ങളോട് പറയാനുള്ള സുവിശേഷം. നമ്മൾ ഇത് പഠിക്കുമ്പോൾ, ഈ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇത് ചെയ്ത വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞ് അവനിൽ നമ്മൾ വിശ്വസിക്കണം, അവൻ ആരാണ് എന്ന് വിശ്വസിക്കണം. മാത്രമല്ല, തിരുവചനം വിളംബരം ചെയ്ത യേശു ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ യേശു ക്രിസ്തു. ഈ ലോകത്തിലേക്ക് നമ്മൾ ഈ യോഹന്നാൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അനേകം അന്ത്യക്രിസ്തുക്കൾ പോയിരിക്കുകയാണ്. അത് പലരും സഭയിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനുണ്ടാക്കുന്ന വാക്യങ്ങളല്ല. 1 യോഹന്നാൻ്റെ ലേഖനം നിങ്ങൾ തന്നെ വായിച്ചാലും അവിടെ എഴുതിയിരിക്കുകയാണ് അനേക അന്ത്യക്രിസ്തുക്കൾ പോയിരിക്കുകയാണ്. എന്നാൽ അന്തിമമായിട്ട് അന്ത്യക്രിസ്തുവിൻ്റെ കരാറുണ്ടാകും. അത് ഒരു വ്യക്തിയായിരിക്കും. എന്നാൽ ധാരാളം ദുരുപദേഷ്ടകന്മാർ, അന്ത്യക്രിസ്തുക്കൾ ഇന്ന് ലോകത്തിൽ ഉണ്ട്. അതിനെ തിരിച്ചറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ശരിയായിട്ട് ക്രിസ്തു ആരാണ്? ആ ക്രിസ്തുവാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളാലും ദൈവം നമുക്ക് കാണിച്ചു തന്ന, യഹൂദനെ കാണിച്ചു തന്ന, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ആ ക്രിസ്തുവിനെ, തിരുവചനം വിളംബരം ചെയ്ത ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ യേശു ക്രിസ്തു. ഈ ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു.
ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിച്ചതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഒരിക്കൽ കൂടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നമുക്കത് അവസാനിപ്പിക്കാം ഞാൻ കരുതുകയാണ് ഇന്നത്തെ സന്ദേശം. അതിൻ്റെ 23-ാം വാക്യം 23-ാം വാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 3-ാം വാക്യം, നസറായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ച് കൊന്നു. ദൈവമോ മരണപാശങ്ങൾ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഒരുപാട് അന്ത്യക്രിസ്തുക്കൾ അവൻ മരിച്ചിട്ടില്ല, അവൻ എന്തൊക്കെയോ അബദ്ധധാരണകളാണ് ഈ ലോകത്തിൽ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ദൈവവചനത്തിലേക്കും ദൈവവചനത്തിലെ സത്യത്തിലേക്കും ആ ദൈവവചനത്തിലെ സത്യത്തിൽ പറയുന്ന ക്രിസ്തുവിലേക്കും, യഥാർത്ഥ ക്രിസ്തുവിനെ, ജെന്യുവിൻ ക്രിസ്തുവിനെ, ആ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. ഈ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ്. അതിൻ്റെ അവസാന ഭാഗത്ത് 36-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി. അപ്പോസ്തലർ 2-ാം വാക്യം നമ്മളിന്ന് വായിച്ചത് 22-36 വാക്യം. 36-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് കാണിച്ചു തരണം ആരാണ് യഥാർത്ഥ ക്രിസ്തു. യേശു ക്രിസ്തു ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ. അതുകൊണ്ടാണ് യഹൂദന്മാർ ദുഷ്ടന്മാരോട് കൂടി ചേർന്ന് റോമസാമ്രാജ്യത്തോട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അവൻ ക്രൂശിച്ച ആ ക്രിസ്തു, അവർ തള്ളിക്കളഞ്ഞ ആ ക്രിസ്തു, അവൻ ക്രൂശിച്ച ക്രിസ്തുവിനെയാണ് നാം വിശ്വസിക്കുന്നത്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഈ അറിവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും നൽകട്ടെ. ഈ യഥാർത്ഥ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാനും അതിൽ വിശ്വസിക്കാനും ആ വിശ്വാസം വഴി ദൈവം തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്ക് സ്വായത്തമാക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാലാട്ടും ബൈബിൾ ചർച്ചിൻ്റെ ശുശ്രൂഷകൾ. നിങ്ങൾ യഥാർത്ഥ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു തിരഞ്ഞെടുപ്പ്. നിങ്ങൾ ഈ യഥാർത്ഥ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ? അതിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അവിടത്തേക്ക് വീണ്ടും നന്ദി പറയുന്നു. അത് വചനത്തിനായിട്ട് നന്ദി പറയുന്നു, അത് പഠിക്കാനുള്ള അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. യഥാർത്ഥ യേശു ക്രിസ്തുവിനെ കാണിച്ചു തന്നിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യഹൂദന്മാർക്ക് കാണിച്ചു കൊടുത്ത, യഹൂദന്മാർ ക്രൂശിച്ച അവനാണ് യഥാർത്ഥ ക്രിസ്തു. അവനെ നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഉപദേശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവമേ ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തിലും പുത്രൻ്റെ കൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലും ഞങ്ങളെ പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.